ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ രേണു സുധി ഒരു ട്രെൻഡിങ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒരു സമാധാനവും ഒരു സ്വസ്ഥതയും ആരും കൊടുക്കുന്നില്ല. അവരവരുടെ ജോലി ചെയ്ത് ഒരു ഒതുങ്ങിയ ഒരു ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും അതിനെ തടയിടാൻ അല്ലെങ്കിൽ അവരുടെ പുറകെ മാധ്യമങ്ങൾ, അതായത് സോഷ്യൽ മീഡിയ ആങ്ങളമാർ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. അവരവർ ജീവിച്ച് പൊക്കോട്ടെ എന്ന് ചിന്തിച്ചാൽ മതി. അവരവരുടെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ വൈഫാണ് രേണു. ഇപ്പൊ എന്തായാലും വൈറലായതുകൊണ്ട് ആർക്കും അറിയാത്ത ആരും ഉണ്ടാവില്ല. എന്തായാലും അവരുടെ ജീവിതമാർഗമായി അവരെടുത്ത വഴിയാണ് ഈ ഒരു മോഡലിങ്ങും അല്ലെങ്കിൽ ഒരു അഭിനയ ജീവിതവും. അതവർ ചെയ്ത് മുന്നോട്ട് പോകട്ടെ എന്ന് ചിന്തിക്കാതെ അവരെ ചൂഷണം ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ ട്രോളിയും അവരുടെ പിന്നാലെ നടന്ന് അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരുപാട് സോഷ്യൽ മീഡിയ ആംഗ്ലമാരെ നമുക്ക് ഈ ഒരു സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ പിന്നാലെ നടന്നു ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ വാക്കുകളിലൂടെ ഉപദ്രവിക്കുന്ന ഒരുപാട് പേരെ നമുക്കിപ്പോൾ കാണാം. അവരൊരു വലിയൊരു കണ്ടന്റായി മാറിയിരിക്കുകയാണ്. എന്ത് തന്നെയായാലും അവർക്ക് ആ ഒരു ഇമേജ് ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു നെഗറ്റീവും കാര്യങ്ങളും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് നല്ല നല്ല അവസരങ്ങൾ എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവരധികം പ്രതികരിക്കാത്തത്. ഇങ്ങനെ അവരെ തളർത്തുന്ന രീതിയിലുള്ള ഒരു ഗോസിപ്പുകൾക്കും കാര്യങ്ങൾക്കും അവർ ചെവി കൊടുക്കുന്നില്ല. എന്തിനു വേണ്ടിയാണെന്നറിയില്ല. അവരോട് ചോദിച്ചിട്ട് ഉത്തരങ്ങൾ കിട്ടാത്തത് കൊണ്ടാണോ എന്നറിയില്ല. സ്റ്റാർ മാജിക്കിലുണ്ടായിരുന്ന പലരോടും, ഇപ്പോൾ ലക്ഷ്മി നക്ഷത്രയാവട്ടെ അല്ല, പലരോടും ഈ സോഷ്യൽ മീഡിയ ആങ്ങളമാർ ചോദിക്കുന്നുണ്ട്, എന്താണ് രേണു സുധീൻ്റെ ഈ ഒരു മേഖലയിലേക്ക് വന്നതിലെ അഭിപ്രായങ്ങളെന്ന്. പലരും നല്ല രീതിയിൽ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. ലക്ഷ്മി നക്ഷത്ര നല്ല രീതിയിൽ തന്നെയാണ് ഒരു മറുപടി കൊടുത്തത്. അവരുടെ ജീവിതം അവരെന്തെങ്കിലും ചെയ്യട്ടെ, എന്തിനാണ് അവരുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറുന്നത് എന്നുള്ള രീതിയിലാണ് ആ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ എന്തെങ്കിലും ചോദിക്കാൻ ചെന്നാൽ നിങ്ങൾ ആരാ എന്ന് അവർ ചോദിക്കില്ലേ എന്നുള്ള ആ ഒരു ധ്വനി ലക്ഷ്മി നക്ഷത്രയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇപ്പൊ അതാണ് എല്ലാവരും പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത്. ഒരു വിധവ അല്ലെങ്കിൽ ഒരു ലേഡി അവരുടെ 2 മക്കളെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ജോലിയിലേക്ക് വന്നത്. അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു ജോലിയൊന്നുമല്ല. അവർ ചെയ്ത ഡ്രസ്സിങ്ങിലും കാര്യങ്ങളിലും ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണലി പറയാനുള്ളത് ഇതാണ്, അവരൊരു ജോലി ചെയ്യാണ്. നയൻതാരയും അതുപോലുള്ള മറ്റുള്ള സിനിമാ നടികളും അല്ലെങ്കിൽ അറിയപ്പെടുന്ന പലരും ഇടുന്ന ഡ്രസ്സുകളെ പറ്റി ആർക്കും ഒരു കുഴപ്പമില്ല, അത് കണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. ഒരു പാവം പിടിച്ച രേണു സുധി ഒരു ഡ്രസ്സ് ഇട്ടപ്പോഴാണ് പ്രശ്നം വന്നത്. പഴയ കാലങ്ങളിൽ ഇതേപോലുള്ള ഡ്രസ്സുകൾ തന്നെയായിരുന്നു ധരിച്ചിരുന്നത്. എനിക്ക് അവരുടെ അഭിനയത്തെ പറ്റിയോ അല്ലെങ്കിൽ ഒരു മോഡലിങ്ങിനെ പറ്റിയോ പ്രത്യേകതരമായിട്ടുള്ള ഒരു അഭിപ്രായമോ അല്ലെങ്കിൽ അടിപൊളിയാണെന്നോ എന്നോ അല്ല പറയുന്നത്. അവർക്ക് അവരുടേതായ ഒരു കഴിവുണ്ട്. അവർ ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അവർക്കൊരിക്കലും നയൻതാര ആവാനോ ശോഭനയാവാനോ ഒന്നും സാധിക്കില്ല. അവർക്ക് അവരായി ജീവിക്കാൻ തന്നെ കഴിയൂ. അവരെ വെറുതെ വിടുന്നത് തന്നെയായിരിക്കും നല്ലത്. അവർ ജീവിച്ച് പൊക്കോട്ടെ എന്ന് ചിന്തിക്കുക. വളരെ തരംതാണ രീതിയിലുള്ള തമ്പലൈനുകൾ ഇട്ട് വീഡിയോയിൽ സപ്പോർട്ട് ചെയ്യുന്ന പല ഇൻഫ്ലുവൻസേഴ്സിനെ നമ്മൾ ഈ യൂട്യൂബിലൂടെ കാണുന്നുണ്ട്. അങ്ങനെയും ചെയ്യാതിരിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അവരവരുടെ ജീവിതം ജീവിച്ച് തുറന്നോട്ടെ. അല്ലെങ്കിൽ അവരവരുടെ ജീവിതം ആകെ ഒരു ലൈഫേ ഉള്ളൂ. അതവർ എൻജോയ് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിക്കുകയോ ചെയ്തു പൊയ്ക്കോട്ടെ. നമ്മളാരും അല്ല അവർക്ക് ചെലവിന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മളാരും അതിന് നിൽക്കുന്നില്ല എന്നുള്ള കാര്യം ഓർത്ത് നമ്മൾ അവർക്കെതിരെ പറയുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.